ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പത്രമാറ്റിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നവ്യനെയും അതുപോലെ തന്നെ അനാമികനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർക്കാണ് കേട്ടോ. അപ്പോൾ അനാമിക എന്താണെങ്കിലും ഇവളെ ഇങ്ങനെ ചാട്ട കയറ്റി ഇങ്ങനെ ദേഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ നവ്യയോട്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതെ എന്താണെങ്കിലും നിന്നേക്കാൾ എത്രയോ ഭേദമാണ് എൻ്റെ നയന എന്നിങ്ങനെ പറയാണ്. നയനയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത, അവളുടെ ഏറ്റവും മൂത്ത മരുമോള്. അത് മാത്രമല്ല, അവളാണ് ഈ കുടുംബത്തിലെ ഏറ്റവും യോഗ്യത. നീ എന്നെ കുറ്റം പറഞ്ഞാൽ പോലും ഞാൻ ക്ഷമിക്കാം. പക്ഷേങ്കിൽ നയനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. നീ എന്ത് ചെയ്യും? നീ എന്നെ തല്ലുവോ എന്ന് ചോദിച്ചു. എങ്കിൽ നീ എന്നെ തല്ലടി, നീ തല്ല് എന്ന് പറഞ്ഞു. നിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഈ കണ്ണാടി നോക്കുമ്പോൾ പല രീതിയിൽ ഇങ്ങനെ കാണേണ്ടി വരും. അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോവാൻ നോക്കാനാമികെ, അല്ലാതെ നീ ചുമ്മാ എന്നോട് കൊമ്പ് കോർക്കാൻ നിൽക്കരുതേ. നിന്നേക്കാൾ എന്തുകൊണ്ടും യോഗ്യത തന്നെയുണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ. അതുകൊണ്ട് നീ കൂടുതൽ ഒന്നും പറയണ്ട. ഈ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ എന്ന് പറയുന്നത് നയന തന്നെയാണ് എന്ന് ഉറപ്പിച്ച് തന്നെ നമ്മുടെ അനാമികയോട് നവ്യ ഇങ്ങനെ കൊമ്പ് കോർക്കണം കേട്ടോ. നീ തല്ല എന്ന് പറഞ്ഞപ്പം നീ നിന്റെ തരത്തിൽ പോയി കളിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി നവ്യ. അപ്പൊ അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ കാണുന്നത് അനാമികയുടെ അച്ഛനെയും അമ്മേനെയാണ്. അപ്പൊ വാസുവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ പറയാണ്, അതെ നിങ്ങൾ അറിഞ്ഞോ ഒരു കാര്യം? അതെ, ആ നയനയ്ക്കുണ്ടല്ലോ, ആ തള്ള, ആ കിളവി കൊണ്ടുപോയി എല്ലാ സ്വർണങ്ങളും ലക്ഷങ്ങളുടെ മുതലാ കൊണ്ട് കൊടുത്തേന്നാ പറഞ്ഞത്. അതെന്താ? അതേന്നെ, അങ്ങേര് അവർക്ക് വാങ്ങിച്ചു കൊടുത്ത പഴയ പുരാതനമായ കുറെ സ്വർണങ്ങൾ അവക്ക് കൊണ്ട് കൊടുത്തു എന്ന്. ഇവർക്ക് ഇത് എന്തിന്റെ കേടാന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് തന്നെ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ മോളല്ലേ ആ വീട്ടിലെ ഇളയ മരുമോള്. അപ്പം നമ്മുടെ മോക്കല്ലേ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേങ്കില് അവർ കാണിച്ചു കണ്ടില്ലേ ഈ നയനയ്ക്ക് എന്ത് മഹിമയാ ഉള്ളതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞു. അപ്പം ആദർശം ഇതിനൊക്കെ കൂട്ടാണ്. ഇപ്പം നമ്മുടെ മോളെ ആ വീട്ടിൽ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അവളും അനിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത പോലെയാ സംസാരവും പെരുമാറ്റവും ഒക്കെ. അതെ, അതൊക്കെ നിന്റെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാ. അനിയുമായിട്ട് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ടതല്ലേ കാര്യമല്ലേ ഉള്ളൂ അവക്ക്. എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവനാണെങ്കിൽ ആ നന്ദുവിനെ വിചാരിച്ചുകൊണ്ട് നടക്കുമല്ലേ. പിന്നെ എങ്ങനെയാ നമ്മുടെ മോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരെ പോവാൻ പറ്റുക? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് ഒരു കാരണവശാലും അവര് രണ്ടുപേരും രണ്ടാവാൻ പാടില്ല. ആ കിളവനെങ്ങാനും ചത്താലുണ്ടല്ലോ, പിന്നെ ദേ എല്ലാ സ്വത്തുക്കളും ആദർശിന്റെ കയ്യിലേക്കാവും. അപ്പൊ ആദർശായിരിക്കും നോക്കി നടത്തുന്നത്. അവിടുത്തെ ആ ചേട്ടനും അനിയനും എല്ലാവരും, അതായത് ആനന്ദമൂർത്തിയുടെ മക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് ഒരു കാര്യവും ആ വീട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അനാമിക ഒന്നുമില്ലാതെ പുറത്തേക്ക് വരും. നമ്മുടെ കണക്കൂടലെല്ലാം തെറ്റും. അതുകൊണ്ട് മര്യാദയ്ക്ക് അവളോട് അവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ. അല്ല, അവര് തമ്മിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധവും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതൊക്കെ നിന്റെ മോളുടെ കഴിവ് പോലെ ഇരിക്കും. ഇല്ലെങ്കിലേ പുറത്ത് വരുമ്പം ഒന്നും കാണില്ല. അയാള് ചാവാൻ വേണം, കാത്തിരിക്കണം. പക്ഷെ അതിനു മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവരുണ്ടല്ലോ, അവരുടെ ഒത്തൊരുമ മുഴുവൻ തെറ്റിച്ച് അവരെ തമ്മി തലിക്കണം. നമ്മൾ അതാ ആദ്യം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവർക്കും ഇവരുടെ കണക്കൂടൽ മുഴുവൻ ഈ സ്വത്തും പണവും എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ളൊരു ഒറ്റ ഇതിലാണ്. പിന്നെ കാണുന്നത് കനകേനെയാണ്. അപ്പൊ കനക ജോത്സ്യന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ജോത്സ്യന്റെ അടുത്ത് ജാതകമൊക്കെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ജാതകം ഇങ്ങനെ നോക്കിക്കുകയാണ്. അപ്പൊ നോക്കിക്കുമ്പോഴത്തേനും തിരുമേനി ഇങ്ങനെ പറയാണ്, അതെ നിങ്ങളുടെ മൂത്ത മകളുണ്ടല്ലോ നവ്യയുടെ ദാമ്പത്യം അത്ര സുഖകരമൊന്നുമല്ല. അവർക്ക് വിചാരിച്ചതുപോലെ നല്ലൊരു ഭർത്താവിനെ അല്ല കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തട്ടി മുട്ടി അങ്ങനെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ രണ്ടാമത്തെ മകൾ നമ്മുടെ നയനയുടെ കാര്യത്തില് ഒരു പേടിയും വേണ്ട. കുട്ടിക്ക് യോജിക്കുന്ന ഭർത്താവിനെ തന്നെ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ദാമ്പത്യ ജീവിതം ആ കുട്ടിക്കുണ്ടാവും. ഭർത്താവും മക്കളും ഒക്കെ ഒത്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും അല്ലല്ലോ, ഇവരുടെ കാര്യം അല്ലല്ലോ, നന്ദുവിന്റെ കാര്യമല്ലേ നിങ്ങൾക്കറിയേണ്ടത്. മൂന്നാമത്തെ കുട്ടിയുടെ കാര്യം, അതിന്റെ ജാതകം വെച്ച് നോക്കുമ്പോ ശരിക്കും ആ കുട്ടിക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്നിങ്ങനെ ജോത്സ്യൻ ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ ഇല്ല. ഉറപ്പാണോ? അല്ല ജോത്സ്യരെ, നേരത്തെ ഒരു ചെറുക്കനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പൊ അതില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്താ ഇത്ര തീർച്ച? അവന്റെ വിവാഹം കഴിഞ്ഞു, അവൻ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം കഴിച്ച് ജീവിക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജോത്സ്യര് വീണ്ടും പ്രശ്നം വെച്ച് നോക്കുമ്പോഴത്തേനും, അതെ ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്.
ആ പെൺകുട്ടി, അതായത് ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്ന കുട്ടിയുമായിട്ട് അയാൾക്ക് ഒരു ദാമ്പത്യ ജീവിതവും ഉണ്ടാവാൻ പോണില്ല. അയാൾ എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് നന്ദുവിന്റെ അടുത്ത് തന്നെ വരും. അത് പാടില്ല ജ്യോത്സ്യരെ, ഒരിക്കലും അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അത് നടന്നേ തീരുള്ളൂ. ജാതകവശാൽ അത് അങ്ങനെ തന്നെ നടക്കും. ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കും എന്നാണ് ജാതകത്തിൽ പറയുന്നത്. ജ്യോത്സ്യരെ, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അവനൊരു ദാമ്പത്യ ജീവിതം ഉണ്ട്. അത് മാത്രമല്ല, അങ്ങനെ പിരിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. അത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ നടക്കൂ എന്നൊക്കെ കനകയോട് പറഞ്ഞു. അപ്പൊ കനകയ്ക്കാകെ വിഷമായോ? വിഷമിക്കേണ്ടടോ, എല്ലാം ശരിയാവും, എല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യര് നമ്മുടെ കനകനെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. അപ്പൊ വീട്ടിൽ വന്നിട്ട് നമ്മുടെ നയനയോട് നടന്ന കാര്യങ്ങളൊക്കെ കനക ഇങ്ങനെ പറയാണ്. ജ്യോത്സ്യർ ഇങ്ങനെ പറഞ്ഞു എന്ന്. അതെന്തായിരിക്കും അമ്മേ ജ്യോത്സ്യർ അങ്ങനെ പറഞ്ഞത്? അറിയില്ല മോളെ, ആ ജ്യോത്സ്യര് വെറും വാക്കൊന്നും അല്ല പറഞ്ഞത്. അത് മാത്രമല്ല, നയന ഉടനെ പറയാണ്, ആ ജ്യോത്സ്യര് പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ശരിയാ നീ പറഞ്ഞത്. അതാ എൻ്റെ ഏറ്റവും വലിയ പേടി. നന്ദുവിനെയൊക്കെയാണ് നമ്മൾ ഒരു തരത്തിലായി ഇപ്പം മാറ്റിയെടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഈ കാര്യം വല്ല നന്ദു പറഞ്ഞാൽ എന്തായിരിക്കും അവളുടെ ഒരവസ്ഥ? അമ്മേ, ഒരു കാരണവശാലും നന്ദുവോ അനിയോ ഇതറിയാൻ പാടില്ല. അവന് ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല. ഞാൻ അവരിതുവരെ സന്തോഷമായിട്ട് ഒരു ദിവസം പോലും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, രണ്ടും എപ്പോഴും അടിയാണ് എന്ന് നയന ഇങ്ങനെ അമ്മയോട് പറയാണ്. അതെ, അവ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് നമ്മുടെ നന്ദു തന്നെ ആയിരുന്നു. പെൺകുട്ടികളും ഒരു വീട്ടിലേക്ക് വേണ്ട എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേങ്കിൽ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. നന്ദു ആയിരുന്നെങ്കിൽ അനി സന്തോഷമായിട്ട് ജീവിച്ചേനെ. പക്ഷേങ്കിൽ മോളെ, ഒരു കാര്യമുണ്ട്. നന്ദുവാണ് ഇപ്പൊ നിന്റെ അവിടുത്തെ ആ മരുമകളായിട്ട് വന്നിരുന്നതെങ്കിൽ നിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നന്ദുവുമായിട്ട് സ്നേഹത്തിലാണ് എന്നറിഞ്ഞ ശേഷമല്ലേ അനിയുടെ അമ്മയ്ക്ക് പോലും നിന്നോട് ദേഷ്യമായത്. അതും ശരിയാണ്. പക്ഷേങ്കിൽ അനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലല്ലോ അമ്മേ. അവരുടെ രണ്ടുപേരുടെയും ജീവിതം നശിച്ചു പോയില്ലേ. ഞാനേ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്നു, അനി ഇവിടെ വരുമ്പോഴേ ഭയങ്കര സന്തോഷത്തിലാ. അവന് നന്ദുവിനെ കാണുമ്പോഴെൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസാദമാണ്. അത് അനിയുടെ മാത്രമല്ല, നന്ദുവിൻ്റെ മുഖത്ത് അങ്ങനെ തന്നെയാ. രണ്ടുപേർക്കും ആ സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈശ്വര, ഇനി നമ്മളായിട്ട് ഇതിനൊരു വഴിയും വെച്ച് കൊടുക്കണ്ട. നമ്മുടെ ഈ കാര്യം അവരോട് പറയുകയും വേണ്ട എന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. പക്ഷേങ്കിൽ നന്ദു ജ്യോത്സ്യര് പറഞ്ഞ കാര്യങ്ങളും ഇവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും എല്ലാം മനസ്സ് കേട്ടു കേട്ടോ. അപ്പുറത്ത് മാറി നിന്ന് ഇവർ പറയുന്ന എല്ലാം നന്ദു കേട്ടിരുന്നു. നന്ദുവിന് എന്തോ ചങ്ങനാത്തൊരു വല്ലാത്ത വിങ്ങല്. അനിയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ നന്ദുവിന്. പക്ഷെ നന്ദുവിനെ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു. ഇനി എന്താണെങ്കിലും എത്രയും വേഗം നന്ദുവിൻ്റെ ഒരു വിവാഹം നടത്തണം എന്നാണ് ഇവരുടെ തീരുമാനം. ഇനി ദൈവവിധി എങ്ങനെയാണെന്ന് ആർക്കറിയാം. ഇനി അങ്ങനെയെങ്ങാനും സംഭവിക്കുമോ എന്നിങ്ങനെ കനക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ, ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൂടാ. അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നന്ദു ഇതെല്ലാം കേട്ടിട്ട് ആളെ മാറി നിന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അനിയുമായിട്ടുള്ള നിമിഷങ്ങളും അനിയുടെ വിവാഹവും അതിന് മുൻപ് അനിയെ കണ്ടപ്പോഴുള്ള നിമിഷവും ഒക്കെ മനസ്സിലേക്ക് ഓടി എത്തി. അപ്പോൾ വേഗം തന്നെ ആളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് കനക അങ്ങോട്ടേ വന്നിട്ട് നന്ദുട്ടാ എന്ന് വിളിച്ചു. നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അല്ല, ഞാൻ അപ്പുറത്തെ വീട് വരെ പോയതാ. അമ്മ ജ്യോത്സ്യരെ കണ്ടിട്ട് എപ്പോഴാണ് വന്നത്? ഞാനിപ്പോൾ അതേ ഒന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്നിട്ട് ജ്യോത്സ്യർ എന്ത് പറഞ്ഞു എന്ന് നന്ദു ചോദിച്ചപ്പോൾ, അതെ, നിന്റെ വിവാഹം എത്രയും വേഗം നടത്തണം എന്നാ ജ്യോത്സ്യർ പറഞ്ഞത്. അത് ഇനി നീ എതിരും ഒന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ നന്ദു എന്ന് കനക ഇങ്ങനെ പറഞ്ഞപ്പം, അമ്മയോട് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞതാ എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ട എന്ന്. ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേങ്കിൽ നന്ദു, നീ വാശി പിടിക്കല്ലേ എന്ന് പറഞ്ഞു. അതല്ല, ഇനി അത്രയ്ക്ക് നിർബന്ധമാണ്, ജ്യോത്സ്യര് ഇപ്പൊ തന്നെ കല്യാണം നടത്തണമെന്നാ പറഞ്ഞത്. ആണോ? എന്നാ പിന്നെ അയാളുടെ ഒരു മകളുണ്ടല്ലോ, അവരെ പിടിച്ച് കെട്ടിക്കാൻ പറ. എന്നോട് ഇനി മേരി കല്യാണക്കാര്യം പറഞ്ഞ് വന്നേക്കരുത് എന്ന് പറഞ്ഞ് നന്ദു ചൂടായിട്ട് അകത്തേക്കൊക്കെ കയറി പോവാണ്. പിന്നെ കാണുന്ന അനന്തപുരിയിലാണ്. അനന്തപുരിയിൽ നമ്മുടെ അനി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എടാ, നിന്നെ ഞാൻ 3 ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു, എന്നിട്ട് നീ ഇതുവരെ അങ്ങോട്ടേക്കൊന്നും പോയത് പോലും ഇല്ല. എന്ത് പറ്റി? നീ എന്താ? അവിടെ നമ്മൾ വിശ്വസ്തരായ ആൾക്കാർ തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം. ഇന്ന് ഞാൻ പോവാട്ടാ, ഞാൻ ഏട്ടൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞു. എടാ, അത് പിന്നെ ഞാൻ നയനെ കണ്ടിട്ടേ പോവുള്ളൂ, അങ്ങോട്ടേ പോയിട്ടാണ് ഓഫീസിലേക്ക് പോണത്. എന്നാൽ ഞാനിവിടെ വരാം. അത് വേണോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ ഏട്ടത്തെ കാണാനല്ലേ വരുന്നത്.
അത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അവളുടെ ഇഷ്ടം നോക്കി ജീവിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും വരും എന്ന് വാശി പിടിച്ചു. എടാ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ, നിനക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ആ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ ഉള്ളപ്പോൾ നീ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവൾക്ക് പിന്നെ ഇത്തിരി പക്വതക്കുറവുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നീ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഏട്ടൻ പറയുന്ന പോലൊന്നുമല്ല. പിന്നെ ഏട്ടൻ മാലയിട്ടപ്പം ഏട്ടത്തി വീട്ടിലേക്ക് മാറി നിൽക്കണമെന്ന് വല്യമ്മ പറഞ്ഞു. പക്ഷേങ്കിൽ അവളൊന്ന് പോയിരുന്നെങ്കിലല്ല ഞാൻ ആലോചിച്ചത്. കുറച്ച് ദിവസം പോയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നീ ഓരോ ദിവസം ചെല്ലുന്തോറും അവളുമായിട്ട് കൂടുതൽ കൂടുതൽ അകലുകയാണല്ലോ ചെയ്യുന്നത്. നീ എന്താ നീ ഇത് ഇങ്ങനെ? അവൾ പക്വതയില്ലാത്ത കുട്ടിയല്ലേ, അവളോട് അതൊക്കെ ക്ഷമിക്കേ. ഏട്ടാ, ഏട്ടൻ എന്ത് പറഞ്ഞാലും ശരി, അവളുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, അവളുടെ ഒരു മോശ സ്വഭാവമാണ് എന്നൊക്കെ അനിങ്ങനെ നമ്മുടെ ആദർശനോട് പറയണം. ആദർശ്, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ആ കുട്ടീനെ സ്നേഹിച്ചു തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമില്ല ഏട്ടാ, എൻ്റെ വിധി, അല്ലാണ്ട് എന്തു പറയാനാ. ദേ, ഓരോരോ കാര്യത്തിനും അവൾ എന്നോട് വഴക്കിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എന്താണേലും അവൾ ഒപ്പം പോവില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിലേക്കൊന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയേനെ, മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേടാ. പിന്നെ എങ്ങനെയാട്ടാ പറയണ്ടേന്നൊക്കെ ചോദിച്ച് ഇവർ രണ്ടുപേരും നേരെ നയനയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം നന്ദുവും അച്ഛനോട് ഇരിപ്പുണ്ട്. അപ്പം അച്ഛനോട് ഇരുന്നപ്പോഴത്തേനും ആരാന്ന് ചോദിച്ചപ്പോഴത്തേനും ആദർശേണ്ണാന്ന് പറഞ്ഞു. അപ്പം ആദർശും നമ്മുടെ എന്താ പറയുക അനിയും കൂടെ കയറി വന്നു. അപ്പം രണ്ടുപേരോട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർ രണ്ടുപേരോട് ഇരുന്നു. അല്ല, ഞാനിവിടെ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ നയനെ ഒന്ന് പോയി കണ്ടിട്ട് പോവാം എന്ന് കരുതി. അപ്പം നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഉദ്ദേശം? ഞാൻ പറഞ്ഞതല്ലേ ജോലിക്ക് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം, ഓഫീസിലേക്ക് വരാൻ. എന്നിട്ട് എന്ത് തീരുമാനമായി? വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ. അതെന്താ? അല്ല, അത് വന്നാലേ കൂടുതൽ പ്രശ്നങ്ങളാവുകയുള്ളൂ. ഇനി അതൊരു എന്താ പറയുക, പുതിയൊരു പ്രശ്നത്തിന് വഴിവെക്കും. അത് വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴത്തേനും അതിന് അനിയുടെ ഓഫീസിലല്ല, അനി വേറെ 3 ബ്രാഞ്ചുകളിലാണ്. എൻ്റെ ഓഫീസിലാണ്. ഞാൻ നയനയ്ക്കും ഒരു ജോലി കൊടുക്കാനിരിക്കുകയാണ്. അവളൊന്ന് റെഡിയായിട്ട് വന്ന അപ്പം പിന്നെ ചേച്ചിക്കും അനിയത്തിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാമല്ലോ. വേണ്ട, അവൾക്ക് അവളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് ജോലി കണ്ടെത്താനാണ് ഇഷ്ടം. അത് വേണ്ട എന്ന് നന്ദുവും പറഞ്ഞു. അപ്പം ഈ വയസ്സരം കാലത്ത് അച്ഛനെ ബുദ്ധിമുട്ടിക്കാനാണോ? എനിക്ക് അത്ര പ്രായമൊന്നും ആയില്ല മോനെ എന്ന് അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് എന്നോടുള്ള ദേഷ്യം മാറിയോ എന്നിങ്ങനെ ആദർശനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറഞ്ഞു, എനിക്കല്ലല്ലോ അച്ഛനല്ലേ ദേഷ്യം ഉണ്ടായിരുന്നത്. അത് പിന്നെ മോനെ അപ്പോൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് മോളെ ആംബുലൻസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു. സാരമില്ല, അതൊക്കെ വിട്ടുകളാം. ഇന്ന് ഞാൻ ചെന്നേ നയനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ അകത്തേക്ക് ചെല്ലുകയാണ്. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏട്ടത്തിയെ കാണാനായിട്ട് എനിക്ക് എപ്പോൾ വേണേലും വരാമല്ലോ. അത് വേണ്ടാന്നേ ഞാൻ പറയൂ. എന്താ ഏട്ടത്തി? അല്ല, ഇവിടെ വരുന്നത് അനാമികയ്ക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാ നീ വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതൊന്നും അല്ല ഏട്ടത്തി, ആകെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഓരോരോ കാരണങ്ങൾ എന്ന് പറഞ്ഞു. ഞാനിവനോട് വരണ്ടെന്ന് പറഞ്ഞതാ, പക്ഷേങ്കിൽ ഇവൻ ഇങ്ങോട്ടേക്ക് നിന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു പോന്നതാ. സത്യത്തിൽ അവരുടെ കുടുംബവുമായിട്ട് എനിക്കും അത്ര യോജിക്കാൻ പറ്റുന്നില്ല. അവരെന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് എന്ന് വേഗം തന്നെ ആദർശം പറയുകയാണ് കേട്ടോ. കള്ളത്തരം ഉണ്ടെന്നല്ല, കള്ളത്തരം മാത്രമേ ഉള്ളൂ. കല്യാണത്തിന്റെ സമയത്ത് എനിക്കൊരു കാറ് കൊണ്ടുവന്നു, ഓർക്കുന്നുണ്ടോ? അവളുടെ മകൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ. പിന്നെ ഞാനിതൊരു കണ്ടിട്ട് പോലുമില്ല, അത് വിറ്റെന്നാ തോന്നുന്നത്. എടാ, അതുപോലൊന്നും അല്ലല്ലോ, നമുക്ക് സ്വർണവും സ്വത്തും ഒന്നും അല്ലല്ലോ, നല്ലൊരു പെൺകുട്ടിയല്ലേ വേണ്ടത്. അതുമില്ലല്ലോ ഏട്ടത്തി. എന്ത് പറയാനാ, എൻ്റെ വിധി എന്നല്ലാതെ എന്ത് പറയാൻ? ഏട്ടനും ഏട്ടത്തി സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അനി പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ആദർശ് അവിടെ ഇരിക്കുകയാണ്. ഷോ, അനി ശരിക്കും കഷ്ടത്തിലല്ലേ. അവൻ്റെ കാര്യം, അവനാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ലാത്ത അവസ്ഥയായി. ആരാ അങ്ങനെ ആക്കിയത്? നന്ദു ആയിരുന്നെങ്കിൽ ഇതെങ്ങാനും സംഭവിക്കുമായിരുന്നോ? അവരുടെ ഇഷ്ടം അറിഞ്ഞിട്ടും നീയല്ലേ അവനെ പറഞ്ഞു വിലക്കിയത്, അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ആയത്. സാരമില്ല, ഇനിയിപ്പം അതൊന്നും പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണ്ട. അനാമികയുമായിട്ട് ഒത്തുപോവുക തന്നെ ചെയ്യണമല്ലോ. അത് മാത്രമല്ല, അവിടുത്തെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ചെറിയച്ഛന് പോലും ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല. നേരത്തെ മരുമകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. ചെറിയമ്മയ്ക്ക് മാത്രമാണ് ഇപ്പം അവളോടൊരു താല്പര്യമുള്ളത്. ചെറിയച്ഛൻ നീയാണ് കരള് കൊടുത്തതെന്ന് അറിഞ്ഞ പിന്നെ അവളോട് അത്ര വലിയ താല്പര്യമൊന്നും കാണിക്കുന്നതേ ഇല്ല. എല്ലാവരും അവളെ ഒരു അന്യായിട്ട് മാറ്റി നിർത്തുകയാണ്. അവളുടെ സ്വഭാവം വെച്ച് അനിയുമായിട്ട് യോജിച്ചു പോകുന്നു എനിക്ക് തോന്നുന്നില്ല നയനെ എന്നൊക്കെ പറയാണ് കേട്ടോ. സാരമില്ല, അതൊന്നും ഓർത്ത് വിഷമിക്കാതെ.
രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ ജീവിച്ചേനല്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പം വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവരുടെ മനസ്സിലും ആ ഒരു താല്പര്യം വരും, അത് ദോഷത്തിലേ ചെന്ന് ചാടുകയുള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് നയന ഇങ്ങനെ ആദർശിനോട് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ അപ്പം നന്ദുവിനോട് എന്താ പറയുക, അനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നന്ദുവിനെ കണ്ടു. അപ്പം വേഗം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. എന്താ പറയുക, നിരാശ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിരാശ മാത്രമായി പോയി. നന്ദു ഇങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ചായ ഇടട്ടെ, വേണ്ട കഴിച്ചിട്ടാ വന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തെങ്കിലും മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.